ഇത് നവംബർ മാസം, ലോക പ്രമേഹ മാസം. ഇവിടെ ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ചുള്ള സൗജന്യ ക്യാമ്പ് നടന്നു വരികയാണ്. 300-ലധികം രോഗികളാണ് ഇന്നിവിടെ സൗജന്യ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായിട്ട് വന്നെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10-ലേറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ കേരളത്തിൽ പ്രമേഹ ദിനം ആചരിക്കുന്നു. ഓരോ വർഷം കഴിയുന്തോറും അതിനെക്കുറിച്ചുള്ള ബോധം, അറിവ്, പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. HbA1c, കിഡ്നി ഫങ്ഷൻ, ലിവർ ഫങ്ഷൻ, ലൈപ്പിഡ്സ് തുടങ്ങി നിരവധി പരിശോധനകളാണ് ഇവിടെ ഇന്ന് സൗജന്യമായിട്ട് പൊതുജനങ്ങൾക്കായിട്ട് ചെയ്തു വരുന്നത്. നമുക്ക് ഈ മാസത്തെ ജെംസ് പ്രമേഹ മാസത്തിനായിട്ട് ഉപയോഗപ്പെടുത്താം. ഇവിടെ ജ്യോതിദേവ്സ് ഡയബറ്റിസ് ആൻഡ് റിസർച്ച് സെൻ്റർ തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രമേഹ ദിനത്തോടനുബന്ധിച്ചുള്ള നിരവധി പരിപാടികളിലേക്ക്, ചില ചിത്രങ്ങളിലേക്ക്, ശബ്ദങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. ഞങ്ങളുടെ ഈ കൊച്ചി ലബോറട്ടറിയിൽ ഇന്ന് തിരക്ക് വളരെ കൂടുതലാണ്. ഇത് വെറും ഒരു ഔട്ട് പേഷ്യൻ്റ് സെൻറ്റർ മാത്രമാണ്. പക്ഷേ ഞങ്ങൾ സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കുന്ന രോഗികൾക്കും ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസിൽ തന്നെയാണ് എല്ലാ പരിശോധനകളും നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 300-400 രോഗികളുണ്ട് എങ്കിൽ പോലും സൗജന്യമായിട്ട് ഇവർക്കെല്ലാം സമഗ്ര പരിശോധനകൾ നടത്തുവാനായിട്ട് ഒരു പക്ഷേ വളരെ കുറച്ച് സമയം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ഇത് ഹോർമോൺ അനലൈസറാണ്. നമ്മളിവിടെ ക്യാൻസർ ഡിറ്റക്ഷൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. A1cക്ക് വേണ്ടിയുള്ള ബയോറാഡ് മെഷീൻ, ലൈപ്പ് പ്രൊഫൈല്, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എല്ലാം ചെയ്യുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസ്. ലബോറട്ടറിയിലെ ഹെഡ് ശാന്തിയാണ്. ശാന്തിക്ക് ഇന്ന് വളരെ തിരക്കുള്ള ദിവസമാണ്. ശാന്തി, കാര്യങ്ങൾ എങ്ങനെ പോകുന്നുണ്ട്? സുഖമായിട്ട് പോകുന്നു. നമുക്ക് 300ഓളം പേഷ്യൻ്റ് കൂടുതലുണ്ട്. പിന്നെ A1c, കൊളസ്ട്രോളൊക്കെ ഒരുപാട് പേർക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ക്യാമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം റിസർച്ച് യൂണിറ്റിൻ്റെ മേധാവിത്വം വഹിക്കുന്ന ഗോപിക രോഗികളുടെ മറ്റ് ഡേറ്റ പരിശോധിച്ച് വരികയാണ്. അതിനെക്കുറിച്ച് ഗോപി എന്ന് പറയുന്നു, അവർക്ക് പറയണം. നമുക്കിവിടെ 300 പരം പ്രമേഹ രോഗികളെ ഇവിടെ കണ്ടു. അത് തന്നെ വളരെയധികം പേർക്ക് പുതിയതായി പ്രമേഹം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡയബറ്റിസ് ഫ്രീ ക്യാമ്പിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാന വ്യക്തിയാണ് ഞങ്ങളുടെ മാനേജറായ പ്രോജക്റ്റ് ഹെഡായ അനീഷ് കുമാർ. രോഗികളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം കൂടിയതുകൊണ്ടായിരിക്കാം ഇത്രയേറെ പേരെ നമുക്ക് ഇന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കൂടുതൽ ആൾക്കാർ വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകാം. പക്ഷെ അതോടൊപ്പം നമുക്ക് ഈ രോഗം ഇത്രയേറെ വർദ്ധിക്കുന്നു, ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ റിസൾട്ട്സ് കാണിക്കുന്നത് ഒരുപാട് പേരുടെ പ്രമേഹം നിയന്ത്രണ വിധേയമല്ല എന്നുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം എന്താണ് അനീഷിന്? നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഡയബറ്റീസ് ഉള്ള
പേഷ്യൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നമുക്കതൊരു ഒരു ഭാഗം സങ്കടമുള്ള കാര്യം. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സമയത്ത് നമുക്ക് 150 ആണെങ്കിൽ ഈ പ്രാവശ്യം 250. ഈ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇവർക്ക് പ്രിലിമിനറി ഒരു ചികിത്സയും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല അവരോട് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നോ ട്രീറ്റ്മെൻറ്റ് വരുന്നോ. അവരുടേതായിട്ടുള്ള സെൻറ്റേഴ്സിലേക്ക് അവർ പറഞ്ഞു വിടുകയാണ്. ഇവിടെയാണ് നമ്മളുടെ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എടുത്തു പറയേണ്ടത്. 430-ലധികം ക്യാമ്പുകൾ നമ്മൾ നടത്തിക്കഴിഞ്ഞു. പക്ഷേ ഒരൊറ്റ രോഗിയെ പോലും ഇവിടെ ചികിത്സയ്ക്ക് വരണം എന്ന് ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല, അതിന് നിർബന്ധിച്ചിട്ടില്ല. അവർ എവിടെയാണോ ചികിത്സിക്കുന്നത് ആ ആശുപത്രികളിലേക്ക് അല്ലെങ്കിൽ ആ ഭിഷഗ്വരന്മാരിലേക്ക് അവരെ തിരിച്ച് പറഞ്ഞു വിടുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? താങ്ക് യു വെരി മച്ച്. നമ്മൾ ഈ പ്രമേഹ ദിനങ്ങൾ ആചരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പണ്ടൊക്കെ പ്രമേഹ ദിനം ആചരിക്കുമ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ അതിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മ്യൂസിയത്തിൽ നടത്തിയിട്ടുണ്ട്, നമ്മൾ സ്റ്റാച്യുവിൽ വാക്ക് നടത്തിയിട്ടുണ്ട്, പ്രധാന നഗര വീഥികളിലൂടെയൊക്കെ ധാരാളം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഭാര്യ സുനിത. പഴയ നമ്മളുടെ പ്രമേഹ ദിനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ പ്രമേഹ ആഘോഷങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ഒരുപക്ഷെ 10 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ഇതിനുള്ള രോഗികളെ കിട്ടത്തില്ല. മിനിമം ഒരു 10 പേരോ മറ്റോ ആദ്യത്തെ ക്യാമ്പുകളിൽ ഒരു 10 പേഷ്യൻസിനെയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പലർക്കും അറിഞ്ഞുകൂടാ പ്രമേഹ ബോധവൽക്കരണത്തെക്കുറിച്ചും അന്ന് പ്രമേഹത്തെക്കുറിച്ച് പലർക്കും അറിവുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ക്യാമ്പ് ഒരുപക്ഷെ കഴിഞ്ഞ 2 വർഷങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ നമുക്ക് ഈ തിരക്ക് നിയന്ത്രിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ജ്യോതിദേവ. നമ്മുടെ ഇന്ന് ഇവിടെ വിശിഷ്ടാതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് പ്രൊഫസർ ONV കുറുപ്പ് സാറാണ്. ഞാൻ ONV അങ്കിൾ എന്നാണ് വിളിക്കാറുള്ളത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു സ്വീകരണഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തി വരുന്നത്. എങ്കിലും ONV അങ്കിളിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ പ്രമേഹ ദിനാഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ളൂ. കാർഡിയോളജിസ്റ്റിനെ കാണുന്നു, നെഫ്രോളജിസ്റ്റിനെ കാണുന്നു, ന്യൂറോളജിസ്റ്റിനെ കാണുന്നു. ഒരു ഡോക്ടർ തന്നെ ഇപ്പോൾ 2 മരുന്നുകൾ എഴുതുന്നുണ്ടാവും. മരുന്നുകൾ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാം. ഒരു രോഗിക്ക്
ഈ 3 ഡോക്ടർമാർ ഒരുമിച്ച് എഴുതി കൊടുത്ത മരുന്നുകൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ലാത്തതായിരിക്കാം, അവർക്ക് പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ന് ലോക പ്രമേഹ ദിനം ആചരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ 1991 മുതലാണ് പ്രമേഹ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഇൻസുലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ ഫ്രെഡറിക് ബാൻഡിങ്ങിൻ്റെ ജന്മദിനമാണ് 14 തീയതി നവംബർ ലോകമെങ്ങും പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. പക്ഷെ നവംബർ മാസം എന്ന് വിളിക്കുന്ന നമ്മുടെ ഡോക്ടർ ജ്യോതിദേവ് ഈ വേദിയിൽ എൻ്റെ മുന്നിൽ വിധിക്കുന്ന സ്നേഹമുള്ള പ്രിയമുള്ള മാന്യ സഹോദരി സഹോദരന്മാരെ, വളരെ ദിവസങ്ങളായിട്ട് ഞാൻ യോഗത്തിനൊന്നും പോകാതെ വിശ്രമിക്കുകയാണ്. അത്യാവശ്യം ചിലർക്ക് പ്രസംഗം എഴുതി കൊടുത്തയക്കുകയാണ്. പത്രത്തിൽ പ്രസംഗിച്ചു എന്ന് 2 എഴുതി കൊടുത്തയക്കുകയാണ്. എങ്കിലും ഇവിടെ ഇന്ന് വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് എൻ്റെ മനസ്സിൽ നിശ്ചയമാണ്. പ്രശസ്തമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചികിത്സോപാധികളും ഒക്കെ അവിടെ നിന്നാണ് ആവിർഭവിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് എത്തിയിട്ടുള്ള ഡോക്ടർ കാസിയ ലിപ്സ്കി. Dr. welcome to Dr. Lipska. Lipska works as an endocrinologist at Yale University in the US. നമ്മുടെ ഡയബറ്റീസ് മൂലം ഉണ്ടാകുന്ന കെടുതികൾ, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കുള്ള കെടുതികൾ, ആ കെടുതികൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. 10 years back, I was in medical school and I was studying at the time, and I thought I would come to India and see what medicine was like here. I was interested in complications of diabetes, and stroke is one of those complications, and I thought that I would see unusual causes of stroke. നമ്മുടെ സാഹിത്യരംഗത്തെ കുലപതി ONV സാർ ഒരു റിസർച്ചിൽ കൂടെ അല്ലാതെ നമുക്കൊരു ബോധവൽക്കരണം ഇപ്പോൾ ഇവിടെ സംഭാവന നൽകിയത് ശ്രീ ONV സാറാണ്. അദ്ദേഹത്തിൻ്റെ ഭംഗിയായ സാഹിത്യമായ വാക്കുകളിലൂടെ ആ ബോധവൽക്കരണം ഈ ക്യാമ്പിനെ ധന്യമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്.
ഉപരി പ്രമേഹം വരുത്തി വെക്കാവുന്ന കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യുന്ന പ്രതിരോധ ചികിത്സയാണ് നമ്മളിവിടെ സമഗ്രമായ രീതിയിൽ പരിശോധന നടത്തി കൊടുക്കുന്നത്. പരിശോധനകളിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നോക്കുന്നത് വെറും വയറ്റിൽ നോക്കുന്നതുണ്ട്, ഭക്ഷണത്തിന് ശേഷം 2 മണിക്കൂറിന് ശേഷം നോക്കുന്നതുണ്ട്, ഒരു ഭക്ഷണവുമായി യാതൊരു ബന്ധവുമില്ലാതെ നോക്കുന്ന ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാത്തിനും ഉപരി പ്രധാനമായിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഷുഗറിന്റെ 3 മാസത്തെ ശരാശരി കാണിക്കുന്ന ഏറ്റക്കുറച്ചിൽ അറിയിക്കുന്ന ടെസ്റ്റ് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്. ആ ടെസ്റ്റിന്റെ പ്രാധാന്യം എന്തെന്ന് പറഞ്ഞാൽ, നോർമൽ, ഞാൻ ഈ പ്രീ ഡയബറ്റിസ് പ്രമേഹത്തിന് മുന്നേ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു, പക്ഷേ ഈ HbA1c 3 മാസത്തെ ശരാശരി എന്ന് പറയുന്ന ടെസ്റ്റിൽ നമുക്ക് നോർമൽ അല്ലെങ്കിൽ പ്രമേഹത്തിന് മുന്നേ ഉള്ളത് അല്ലെങ്കിൽ പ്രമേഹമാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ എന്താണെന്നുള്ളത് ഇതിൽ ഞാൻ കാണിച്ചു തരാം. നോർമൽ എന്ന് പറയുന്നത് HbA1c 3 മാസത്തെ ശരാശരി 5.7 എന്ന് പറയുന്ന പെർസെൻറ്റേജിന് താഴെയുള്ള വാല്യൂ ആണ് നോർമൽ റിസൾട്ട്. കാരണം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ 2-3 പേർ മാത്രമേ കൈവയ്ക്കാറുള്ളൂ. ഇപ്പം ഒരു 10-30 പേരെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ വളരെ സന്തോഷമുള്ള കാര്യമാണ്. 1981 ഇൻസുലിൻ ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ച ആളോടാണ് ഏറ്റവും കൂടുതൽ ബഹുമാനം. ആ മഹത്വജ്ഞനായ ഫ്രെഡറിക് ബാറ്റിങ്ങിന്റെ ജന്മദിനമാണ് നമ്മൾ ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. അല്ലെങ്കിൽ ആഘോഷിക്കും. അതിന് ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇൻസുലിൻ എന്ന സോഫ്റ്റ്വെയർ. ഇത് എല്ലാ രോഗികൾക്കും ആവശ്യമാണ്. നിങ്ങൾ ഏത് ഇൻസുലിൻ വേണമെങ്കിലും എടുത്തുകൊള്ളുക, പക്ഷെ ഇൻസുലിൻ എടുത്തേ പറ്റും. നമ്മുടെ ബോധവൽക്കരണ പരിപാടികളൊന്നും തന്നെ യാതൊരു ബിസിനസ് ചർച്ചകളുമില്ല. അതുകൊണ്ടാണ് ഏത് ഇൻസുലിൻ വേണമെങ്കിലും